പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അമ്പലപ്പറമ്പ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മുടെ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അടുത്ത വർഷം സബ് ജില്ലാ കലോത്സവം നടക്കുന്ന സ്കൂൾ, നമ്മുടെ സ്വന്തം GHSS പാങ്. അഹങ്കാരം പാടില്ലെന്നാണ്. എന്നാലും ഇത്തിരി അഹങ്കാരത്തോടെ തന്നെ പറയാം, ഞങ്ങൾക്ക് ഹോക്കിയിൽ 2 ദേശീയ താരങ്ങളും 21 സംസ്ഥാന താരങ്ങളുമുണ്ട്. ഇനി അവർ പറയട്ടെ. ഞാൻ ഷഹന തസ്നി, പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കൂടാതെ കേരള ഹോക്കി ടീം പ്ലെയർ കൂടിയാണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് ഹോക്കി തുടങ്ങുന്നത്. ആ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും 3 കുട്ടികൾ മലപ്പുറം ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി മലപ്പുറം ജില്ലാ ടീം സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം നേടി. അതിലൊരംഗമായിരുന്നു ഞാൻ. കഴിഞ്ഞ വർഷമായിരുന്നു എനിക്ക് കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്. ഹരിയാനയിൽ വെച്ച് നടന്ന സ്കൂൾസ് നാഷണൽ ചാമ്പ്യൻഷിപ്പിലും തെലുങ്കാനയിൽ വെച്ച് നടന്ന അസോസിയേഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിലും ഞാൻ കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞു. ഹരിയാനയിൽ നിന്നും തെലുങ്കാനയിലേക്ക് ഞാൻ ഫ്ലൈറ്റ് വഴിയാണ് പോയത്. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കളിയുടെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലെ ആളുകളുമായി എനിക്ക് ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. അവരോട് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയത് എൻ്റെ വിദ്യാലയമാണ്. പഠനത്തിന്റെ കൂടെയായിരുന്നു ഞാൻ കളിയും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ 10ാം ക്ലാസ്സിലെ ഫുൾ A+. ഇതിന് എനിക്കൊപ്പം GHSS പാങ് വിദ്യാലയത്തിലെ ടീച്ചർമാരും PTA-യും നാട്ടുകാരും എൻ്റെ പേരൻസും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഫാത്തിമ സിയ, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ സബ് ജൂനിയർ സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പിലെ കേരളത്തിന്റെ ഗോൾ കീപ്പറായിരുന്നു. പഠനത്തിന് മാത്രമല്ല ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്, വ്യായാമത്തിനും കൂടിയാണ്. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ ജിം. നിങ്ങൾ വിചാരിക്കും പഠനത്തിൽ നേട്ടങ്ങളൊന്നുമില്ലാന്ന്. സ്ഥിരമായി 100% വിജയം. ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഫുൾ A+, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. ഞാൻ അമേയ. ഞാൻ NMMS വിജയിയാണ്. എനിക്ക് NMMS ലഭിച്ചത് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും പിന്നെ ഈ സ്കൂളിലെ അധ്യാപകരുടെ മികച്ച പരിശീലനം കൊണ്ടുമാണ്. ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന 1000 രൂപ എനിക്ക് നൽകുന്ന അഭിമാനം വളരെ വലുതാണ്. ശാസ്ത്രത്തിന്റെ വളർച്ച മുൻകൂട്ടി കണ്ട് അത് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ. ഞാൻ മുഹമ്മദ് തൽസീർ. എൻ്റെ ആഗ്രഹം ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആവുക എന്നതാണ്. മാത്രമല്ല റോബോട്ടിക് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഉപകാരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. എന്നെ ഇത്തരത്തിലേക്കുള്ള ചിന്തകളിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ GHS പാങ്ങിലെ അധ്യാപകരാണ്. ഇതിന് തുടക്കുന്നത് ശാസ്ത്രമേളയിൽ എനിക്ക് ലഭിച്ച സപ്പോർട്ടാണ് ടീച്ചർമാരെ. ശാസ്ത്രമേളയിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇവിടെ ഇരുത്തിക്കാണ്ട് ടീച്ചർമാർ എൻ്റെ ഒപ്പം നിന്നുകാണ്ട് എല്ലാം പറഞ്ഞു തരുന്നതും ചെയ്തു. എങ്ങനെയൊക്കെ തെറ്റുകളൊക്കെ പരിഹരിച്ചും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ വിജയിച്ചും ചെയ്തിരുന്നു. നിങ്ങളൊരു മികവ് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ GHS പാങ് നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം തിയേറ്റർ സ്കൂൾ ഈവൻ. ലോക സിനിമകളെ അടുത്തറിയാനും അവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഞങ്ങൾ ഈ തിയേറ്റർ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത് ഈ തിയേറ്ററാണ്. ഞങ്ങളുടെ സ്വന്തം സ്കൂൾ ഈവൻ. ഇതാണ് ഞങ്ങളുടെ വിശാലമായ ലൈബ്രറി. 5000-ഓളം പുസ്തകങ്ങളുണ്ട് ഞങ്ങളുടെ ഈ ലൈബ്രറിയിൽ. ലോക ക്ലാസിക്കുകളും ബാലസാഹിത്യങ്ങളും കവിതകളും കഥകളും അടങ്ങിയതാണ് ഞങ്ങളുടെ ഈ ലൈബ്രറി. ഇവിടുത്തെ പുസ്തകങ്ങൾ എന്നെയും എൻ്റെ രചനകളെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെതായ രീതിയിൽ ചെറിയ ചെറിയ കവിതകൾ എഴുതാറുണ്ട്. ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കണമെന്നാണ് എൻ്റെ സ്വപ്നം. എനിക്ക് എഴുത്തിനോട് മാത്രമല്ല അഭിനയത്തോടും കുറച്ച് താല്പര്യമുണ്ട്. അഭിനയ പരിശീലനത്തിനായി നാടക കളരികൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത് എൻ്റെ അഭിനയത്തെ മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
ഹൈടെക്കുകളായ ക്ലാസ് റൂമുകൾ ഞങ്ങൾക്കുണ്ട്. ഇത് ക്ലാസ് തല ചർച്ചയെ ഏറെ സ്വാധീനിക്കാറുണ്ട്. കൂടാതെ വിവിധതരം ക്ലബ്ബുകൾ, ലിറ്റിൽ കൈറ്റ്സ്, JRC എന്നീ യൂണിറ്റുകളുടെ കീഴിൽ വിവിധതരം പ്രവർത്തന പരിപാടികളും ഞങ്ങളുടെ സ്കൂളിൽ നടത്തി വരാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് ഞങ്ങളെ മെസ് ഹാളിനെ പറ്റിയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം ചൂടോടെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. അത് ഞങ്ങൾക്ക് സ്നേഹത്തോടെ വിളമ്പിത്തരുന്ന ചേച്ചിയും അധ്യാപകരും. സ്കൂളിൽ തന്നെയുള്ള ജയ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികൾ ഇവിടെ വിഭവങ്ങളായി മാറുന്നു. പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം JSS പാങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.